കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. ഏച്ചൂർ മാവിലാച്ചാലിലെ ഷബിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. നീതിപൂർവമായ അന്വേഷണം നടത്തി മരണത്തിന് കാരണമായ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. ഏച്ചൂർ മാവിലാച്ചാലിൽ ദേശത്തെയും വീട്ടുകാരെയും കണ്ണീരിലാഴ്ത്തി വിവാഹ ദിവസമായ മെയ് 18 പുലർച്ചെയാണ് ഷബിനെ വീട്ടിലെ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. മാവിലാച്ചാൽ നാരായണീയത്തിൽ ഭരതന്റെയും ഷൈമയുടെയും മകനാണ് ഷബിൻ. ഷബിന്റെ മരണത്തിന് കാരണമായ സംഭവം ഉടൻ അന്വേഷിച്ച് തെളിയിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടില്ലെന്നറിയാം. എന്നാലും മരണത്തിന് പിന്നിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നും ഒരച്ഛനും ഈയൊരു ഗതി ഉണ്ടാവരുതെന്നും കല്യാണ പുലർച്ചെ മകന് പ്രതിശ്രുത വധുവിന്റെ വീട്ടിൽ നിന്ന് വന്ന ഫോൺ അസ്വസ്ഥത ഉളവാക്കിയതായും ഈ കോളാണ് മരണത്തിന് കാരണമെന്ന് വിശ്വസിക്കുന്നതായും പിതാവ് ഭരതൻ പറഞ്ഞു. എൻ്റെ മോൾ ഷബീൻ്റെ മരണത്തിൽ ആർക്കൊക്കെയാന്ന് പറഞ്ഞു അത് നമുക്ക് അറിഞ്ഞേ തീരും. അപ്പോൾ ഒരു കാലത്തും ഒരു ആത്മഹത്യ ചെയ്യില്ല. കാരണം പേടിയാന്ന് ചെയ്യില്ല എന്ന് പറഞ്ഞത് 5 മണിക്ക് കുറച്ച് മുമ്പായിട്ട് എൻ്റെ മോളതിനെ കടന്നു പോകുമ്പോൾ ഡോറ് തുറന്നിട്ട് ഇവിടെ കിടന്നിട്ടുണ്ട്. അതിനുശേഷം അന്ന് ഇവർ വിളിച്ചത് അത് അറിഞ്ഞ് തന്നെ കാണാനെത്തി ഞാൻ ഡോറ് തുറന്നു നോക്കുമ്പോൾ ഇവർ ആത്മഹത്യ ചെയ്തു. ഒരു കാലത്തും ഇവനായി ചെയ്യില്ല, ഒരു കാലത്തും ചെയ്യില്ല. അവനത് ചെയ്യില്ല എന്ന് പറഞ്ഞത്. പക്ഷെ എന്തോ അവന് താങ്ങാൻ പറ്റാതെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല പ്രാവശ്യം അവർ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഞാൻ വിളിച്ചിട്ട് പറയലുണ്ട്, മോളെ അവനെ ഉപദ്രവിക്കണോ, പാവാന്ന് ഉപദ്രവിക്കണം. എനിക്ക് 100 ആളെടുക്ക നാട്ടിൽ വന്ന് ചോദിച്ചാൽ ഒരാൾ പോലും ഷബി മോശമെന്ന് പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവർ ചെവിക്കൊണ്ടില്ല. ഇവനെ പ്രകോപിപ്പിക്കുകയോ അവരെന്തൊക്കെയോ ഇവനെ ആദ്യം മുതൽ തന്നെ ഇവരെ കയ്യിലെടുത്ത് എല്ലാ ഇതും ഇവരെ കൊണ്ട് ചെയ്യിച്ച് ഇവരെ കൊണ്ട് കഴിപ്പിക്കുന്നവരെ കളിപ്പിച്ച് ലാസ്റ്റ് ഇവരെ കൊണ്ട് കൊല്ലിച്ച്. ഇതാണ് എനിക്ക് പറയാം. അതിന് സത്യസന്ധമായ അന്വേഷണം. എന്താ സംഭവിച്ചത് ഒന്നും വേണ്ട, നമുക്ക് വേറൊന്നും വേണ്ട. ഇതെന്താ സംഭവിച്ചത് ഇനി ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഷബിന്റെ ആത്മഹത്യ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നും കല്യാണ തലേന്ന് 3 മണിവരെയും സുഹൃത്തുക്കളൊപ്പം വളരെ സന്തോഷവാനായിരുന്നെന്നും അതിനുശേഷം വന്ന ഫോൺ കോൾ തന്നെയാണ് മരണകാരണമെന്നും നീതിപൂർവമായ അന്വേഷണം നടത്തി ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നുമാണ് അമ്മയുടെ മാമൻ പങ്കജാക്ഷനും അയൽവാസി ധനഞ്ജൻ മാസ്റ്റർക്കും പറയാനുള്ളത്. അവൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരിക്കലും അവൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട് എന്നാണ് നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. കാരണം ഇപ്പോൾ 3 മണിവരെയെങ്കിലും കുടുംബത്തോടൊപ്പവും നാട്ടുകാരോടൊപ്പവും വളരെ സന്തോഷകരമായിട്ട് വിവിധ പരിപാടികൾക്ക് പങ്കെടുക്കുകയും കല്യാണ മണ്ഡപത്തിൽ സ്റ്റേജിൽ ഉൾപ്പെടെ കയറി നൃത്തം വെക്കുകയും വളരെ ഹാപ്പി ആയിട്ടാണ് കിടന്നുറങ്ങുന്നതിന് വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് ഭിന്നമായിട്ടാണ് പിന്നീടുണ്ടായിരുന്ന വാർത്ത വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും 3 മണിക്കും 5 മണിക്കും ഇടയിലുണ്ടായിട്ടുള്ള അവന് കിട്ടിയിട്ടുള്ള കോളുകളെ സംബന്ധിച്ച് പരിശോധിക്കുകയും അന്വേഷണം കൃത്യമായി നടത്തി ബോധ്യപ്പെടുത്തുക. നമുക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചു കിട്ടില്ല. അച്ഛനും അമ്മേനെയും വെറുപ്പിക്കാത്ത രീതിയിൽ വളരെ സന്തോഷകരമായിട്ട് പോകുന്ന ഒരു കുടുംബം അങ്ങനെ ആവുന്നതിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ സംഭാഷണം കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് ഒരു വളരെ നീതിപൂർവമായ അന്വേഷണം നടത്തി ഇതിൻ്റെ ആരാണ് ഇതിന് പിന്നിലെന്നും ആ സംഭാഷണം എന്താണ് എന്നും കുടുംബത്തെയും നാട്ടുകാരെയും ബോധ്യപ്പെടുത്താൻ നീതി വ്യവസ്ഥയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് തയ്യാറാവണമെന്ന് മാത്രമാണ്. കാരണം അവൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ് അവന് ജോലി കിട്ടിയതും ഈ പറയുന്ന കല്യാണം ഒക്കെ വളരെ സന്തോഷത്തിലായിരുന്നു ആ വീട്. പക്ഷേ പൊടുന്നനെ എന്ന് പറയുന്നത് കല്യാണ തലേ ദിവസം 12 മണി വളരെ ആഘോഷത്തിൽ അവൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഈ തിരുമുറ്റത്തുണ്ടായിരുന്നു. അതുപോലെ 3 മണിക്കായിരുന്നു ഇവൻ അതിൻ്റെ ഒരുക്കങ്ങൾ കൊൽക്കാൻ വേണ്ടി ചിക്കന് അടക്കം കാറിൻ്റെ താക്കോലൊക്കെ സുഹൃത്തുക്കളെ അയച്ചത്. അതിനുശേഷം എന്തോ ഒരു ഫോൺ കോൾ വന്നു. അത് തീർച്ചയായിട്ടും അന്വേഷിക്കണം. ആ ഫോൺ കോളിന്റെ പുറത്താണ് അവന് മനസ്സ് മാറിയതും അവൻ ഈ കടുംകൈ ചെയ്തതും. തീർച്ചയായും അന്വേഷിക്കണം. ഷബിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചതായി അന്വേഷണ ചുമതലയുള്ള ചക്കരക്കൽ പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി.